ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് റോസ് നന്നായിട്ട് തിളിർത്ത് വരുന്നില്ല, റോസ് മേടിക്കുന്നതിനൊക്കെ കംപ്ലൈൻ്റ് ആണ്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ പറയാറുണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന് പരിഹരിക്കുകയും അതേപോലെ തന്നെ അടിവളം കൊടുക്കാൻ ഇപ്പം നല്ലൊരു സമയമാണ്. മഴയൊക്കെ പെയ്ത് വേരുകൾ ഇങ്ങനെ പുതിയ വേരുകൾ തുടങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വളങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടിയിലേക്ക് പിടിക്കുകയും അതേപോലെ തന്നെ കാലാവസ്ഥയൊക്കെ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്ന സമയത്താണ്. ഇപ്പം നമ്മൾ നല്ല രീതിയിൽ വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് അതിൻ്റെ ആ ഒരു പുഷ്ടിപ്പൊക്കെ നിലനിൽക്കാൻ വളരെ നല്ല സമയമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എത്രയാണ് സമയം ഫ്രീ ആയിട്ട് കിട്ടുന്നത്, എത്ര സമയം നമുക്കൊരു ചെടി ഇല്ലെങ്കിൽ നമ്മളെ പൂച്ചെടി തോട്ടത്തിന് എത്ര സമയം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ചെലവഴിക്കാൻ പറ്റും നോക്കുക. അതിനനുസരിച്ചിട്ടുള്ള ചെടികൾ മാത്രം നമ്മൾ വളർത്താനായിട്ട് ശ്രമിക്കുക. ഒരു ചെടി ആയാലും ഏത് ചെടിക്കും നല്ല രീതിയിലുള്ള പരിചരണം കിട്ടിയെങ്കിൽ മാത്രമേ വളരുള്ളൂ. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് വലിയൊരു പരിചരണം ഇല്ലെങ്കിലും വളരുന്നേ. പക്ഷേ റോസൊക്കെ ഒരുപാട് കംപ്ലൈൻസ് വരുന്നതും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ നോക്കുന്നതിനനുസരിച്ചിട്ട് റിസൾട്ട് തരുന്ന ഒരു ചെടിയാണ് റോസ് പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം റോസിന് കെയർ കൊടുക്കുന്നോ അത്രത്തോളമാണ് നമുക്ക് തിരിച്ച് പൂക്കൾ തരുന്നത്. നമ്മൾ കെയർ കുറയുന്നതിനനുസരിച്ച് പൂക്കളുടെ എണ്ണം കുറയും, അതേപോലെ വലുപ്പം കുറയും, അതിന് രോഗങ്ങൾ വരും, അങ്ങനത്തെ പല പ്രശ്നങ്ങളും വന്ന് ചെടി നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ എത്ര സമയം നമുക്ക് പൂച്ചെടി നമ്മുടെ ഗാർഡനിൽ ചെലവഴിക്കാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കുക. അതിനനുസരിച്ചിട്ട് അത്രമാത്രം പ്ലാന്റ്, ഒരു 3 പ്ലാന്റ് ആണെങ്കിലും 3 നടുക, എന്നിട്ട് നല്ല രീതിയിൽ നോക്കുക എത്ര സമയം കിട്ടുമോ അതിനനുസരിച്ചിട്ട് കേട്ടോ ഫസ്റ്റ്. അപ്പം നമ്മളിപ്പം അതേപോലെ അടി ഇളക്കി കൊടുക്കണം. കുറഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, അപ്പോൾ കറക്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അടി ഇളക്കുന്നത്. ഇതുണ്ടോ, ഒരു വിരൽ താഴ്ചയിൽ നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. മുമ്പ് നമ്മൾ ഫസ്റ്റ് കാണിച്ച വീഡിയോസിലുണ്ടോ ഒരുപാട് ഫ്ലവറുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെടിയിൽ തന്നെ ഏകദേശം 350ഓളം മൊട്ടുകൾ പൂക്കൾ വിരിച്ചെടുത്താണ്. അപ്പം നിങ്ങൾക്കും അതേപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒറ്റ ദിവസം കൊണ്ടോ 10 ദിവസം കൊണ്ടോ 5 മാസം കൊണ്ടോ അങ്ങനെ ആയി കിട്ടില്ല. നമ്മൾ ആ കാണിച്ചത് ഏകദേശം 2.5 വർഷം പ്രായമായ ചെടികളാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. അപ്പോൾ ഏകദേശം അത്ര സമയമാകുമ്പോഴാണ് നമുക്ക് ഇതിൽ ഒരുപാട് ശിഖരങ്ങളും അതിൽ നിന്നിട്ട് കുറച്ച് ബ്രാഞ്ച് വന്നിട്ടാണ് അതിലാണ് ഒരുപാട് പൂമൊട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി നട്ട് പിറ്റേ ദിവസം ഇത് ഭയങ്കരമായിട്ട് വളരുക അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊക്കെ വെറുതെ തമ്പനയിൽ അങ്ങനെ കൊടുക്കുന്നതെന്നല്ലാതെ ഇതൊന്നും പ്രായോഗികമല്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് പറയുകയാണ്. ഇതേപോലെ നമ്മൾ ജൈവ വളങ്ങൾ നല്ല ഇട്ട് കൊടുക്കുക, അടി നല്ല ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വളം ഇട്ട് കഴിഞ്ഞു നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാണ്ടിരുന്നിട്ട് ആ വളത്തിൻ്റെ ഒരു ഗുണം കിട്ടില്ല. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നുകൂടി അടി ഇളക്കി ആ മണ്ണിൻ്റെ അടിയിലേക്കും വേരിലേക്കും ഒന്ന് പെട്ടെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൂടുമ്പോൾ 15 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളൊന്ന് പുല്ലുകള പറിച്ച് അതിൻ്റെ അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വളമൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഇപ്പോൾ ഇതിൽ നമുക്ക് 2, 3, 4 പൂക്കളോ ഉണ്ടാവുള്ളൂ. ചെറിയ തൈ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. അതിൽ 500 മൊട്ടും 100 മൊട്ടും 15 മൊട്ടൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഓരോ പ്രായത്തിനനുസരിച്ചിട്ടാണ് റോസ് വളർന്നു വരികയും അതിനനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, മൊട്ടുകൾ അതിൽ വരുള്ളൂ. നമ്മൾ മിക്ക വീഡിയോയിലും പറയുന്നുണ്ട് ഫംഗിസൈഡുകൾ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ കുമിൾ രോഗങ്ങൾക്കുള്ള ഇതൊക്കെ നമ്മൾ വളങ്ങളും മരുന്നുകളും കീടനാശിനികളും ഉപയോഗിച്ചെങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് പ്ലാന്റ് വരികയുള്ളൂ. നമ്മൾ നഴ്സറിയിലൊക്കെ വരുന്നത് അത്രയും നല്ല വില കൂടിയ പുറം സ്ഥലങ്ങളിൽ നമുക്ക് മേടിക്കാൻ കിട്ടാത്ത ലൈസൻസ് വേണ്ട മരുന്നുകളാണ് അവർ യൂസ് ചെയ്യുന്നത്. അതൊന്നും നമുക്ക് കിട്ടില്ല. ലൈസൻസ് ഒക്കെ ഉണ്ടെങ്കിലേ ആ മരുന്നുകൾ കിട്ടുള്ളൂ. അപ്പം അതല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ സ്പ്രേ മെഷീൻ നിർബന്ധമായിട്ട് നിങ്ങളില്ലെങ്കിൽ ചെറിയ 5 രൂപയോ 10 രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിന്നെ അടിക്കുന്ന സാധനം മാത്രം കിട്ടും. അതിൽ നമ്മൾ പെപ്സിൻ്റെയോ വാട്ടർ ടിന്നിലോ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് അടിക്കാവുന്നതേ ഉള്ളൂ. അതിന് വലിയ പൈസ ചിലവൊന്നുമില്ല. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇത് കൈ കൊണ്ടൊന്നും തെളിച്ചിട്ട് കാര്യമില്ല. എല്ലാ ഇലകളിലും സ്പ്രേ ഇതേപോലെ ചെയ്തു കൊടുത്തത് കൊണ്ട് മാത്രമാണ് കാര്യമുള്ളത്. അപ്പം നമ്മൾ എല്ലാത്തിലും നമ്മൾ ഇതേപോലെ പിന്നെ ചാരക്കൂടി ഒന്ന് വിതറി കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ചാരം വിതറി കൊടുത്താൽ നല്ല എഫക്റ്റാണ് കിട്ടുക. ഈ സമയത്ത് തന്നെ നമ്മളത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഒരുപാട് ശിഖരങ്ങൾ കിട്ടും. ഇതൊക്കെ കണ്ടോ, നമ്മൾ ഒരു വിരൽ താഴ്ചയിൽ കണ്ടോ, ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നല്ല പൊടിയായി മോൾ ഭാഗത്ത് നിൽക്കണം. എങ്കിലാണ് വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ അടിയിലേക്ക് പോവുകയുള്ളൂ. അല്ലാതെ പാറ പോലെ അതിൻ്റെ ചൂട് കിടന്നു കഴിഞ്ഞാൽ അതൊന്നും അടിയിലേക്ക് പെട്ടെന്ന് എടുക്കില്ല, വളം എടുക്കാത്തൊരു പ്രശ്നം വരും.
അപ്പോൾ എല്ലാവർക്കും പ്രശ്നം ബെഡിന്ന് നല്ല രീതിയിൽ ബെഡ് ചെയ്ത ആ മുകുളത്തിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചുകൾ വരുന്നില്ല. അങ്ങനെ വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ചെടിയിൽ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ടിപ്സ് ട്രിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്തതായ കുറച്ച് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉള്ളവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടുക. എങ്കിലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കണ്ടോ, നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് ചാണകം, ചാരം ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ജൈവവളം ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരുപാട് റോസ് മുട്ടുകൾ നല്ല പെട്ടെന്ന് അടിപൊളിയായിട്ട് വിരിഞ്ഞു വരാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എപ്സം സാൾട്ട് മേടിക്കുക. വെറും 25 രൂപ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി 1 കിലോയ്ക്ക്. അപ്പം വളക്കടയിൽ പോയിട്ട് പറ്റുക, ഇതെന്താ തളിർപ്പ് വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു കൊടുക്കുക. അങ്ങനെ തളിർപ്പ് വരുന്ന സമയത്ത് അടിച്ചു കൊടുക്കുമ്പം പെട്ടെന്ന് തന്നെ ബൂസ്റ്റായി കയറി നല്ല പച്ചപ്പൊക്കെ വരും, ഇലകളൊക്കെ പെട്ടെന്ന് വിരിഞ്ഞ് നല്ല പൂക്കൾ കിട്ടും കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ തന്നെ ചാനലായ മലനാട് വൈബ്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. കൃഷിക്ക് വേണ്ടിയിട്ട് ഗാർഡൻ എന്താ പറയുക, അടുക്കള കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പം ആ ചാനലൊന്ന് പോയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മലനാട് വൈബ്സ് എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ലിങ്ക് പോയിട്ട് കാണാം. ഇല്ലെങ്കിൽ മലനാട് വൈബ്സ് ഒന്ന് സെർച്ച് ചെയ്ത് കയറിയിട്ട് വീഡിയോസൊക്കെ ലൈക്കും കമൻറ്റും ചെയ്തിട്ട് നിങ്ങളെ സംശയങ്ങളൊക്കെ നമ്മളായിട്ട് പങ്കുവെക്കുക. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് അടുത്ത സൂപ്പർ ഒരു വെടിക്കെട്ട് വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.